വാവ്. വെൽക്കം ബാക്ക് ടു എൻജെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകും നമ്മുടെ ദൃശ്യം 3, നമ്മുടെ മലയാളം ദൃശ്യം 3 മൂവിയുടെ ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ ആണ്. ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ മലയാളം വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഹിന്ദി വന്നു. അതായിരുന്നു ഫാൻസിന് ആക്ച്വലി കുറച്ച് പ്രശ്നം ഉണ്ടായത്. കാരണം അത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ വേർഷൻ മൂന്നാമത്തെ വരുന്നതിന് മുന്നേ അവരവിടെ അനൗൺസ്മെന്റ് സംഭവങ്ങളൊക്കെ അല്ല, അതും അവര് എന്താ പറയാ പുതിയ ഷൂട്ടിംഗ് ചെയ്തൊന്നും അധികം ഇട്ടിട്ടില്ല. പക്ഷെ അത് കാണുന്ന സമയത്ത് പുതിയത് ഇട്ടൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു നരേഷനൊക്കെ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അജയ് ദേവഗൺ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു, അതായത് എന്തുകൊണ്ടാണ് മലയാളത്തിലൊന്നും വരാത്തത്, എപ്പോഴാണ് ഈ വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു അപ്ഡേറ്റ് പോലും. ഓക്കെ, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തരായിരുന്നില്ലേ എന്നുള്ളത്. ഓൾറെഡി കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന്റെ റീമേക്ക് കൊടുത്തത് തന്നെ. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഉണ്ടാവും. അതായത് ഇറങ്ങുന്നതിന് മുന്നേ റീമേക്ക് കൊടുത്താണ് ഭയങ്കര പ്രശ്നം ഉണ്ടായത്. കാരണം വെച്ചാൽ ബാക്കിയൊക്കെ ഇറങ്ങിയതിന് ശേഷമായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ദൃശ്യം 2 ആണെന്നുണ്ടെങ്കിൽ മലയാളം നമ്മൾക്ക് തിയേറ്ററിൽ ഇറക്കാനും പറ്റിയില്ല. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ ഇറക്കി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മൂവി നമുക്ക് അറിയാം, ദൃശ്യം ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയിട്ട് കാണാത്ത ആൾക്കാരില്ല എന്ന് വേണമെങ്കിൽ പറയും. അതാണ് ആ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത. അതായത് ആ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വരുന്ന ആ ഒരു മൂവി, അതിനകത്ത് വരുന്ന ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി വരുന്ന ആ ഒരു അന്വേഷണങ്ങൾ, അതിനകത്ത് എനിക്ക് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അതിന്റെ ട്രെയിലർ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിലർ, ഭയങ്കര സിമ്പിൾ ട്രെയിലർ പടം. ആ ട്രെയിലർ എക്സ്പെക്ട് ചെയ്ത് കാണുമ്പോൾ ലാലേട്ടന്റെ എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു പടം, അതായത് ഫാമിലി ഒരു ഡ്രാമ, അങ്ങനെ ഒരു ഫീലിലുള്ള ഒരു പടം. അങ്ങനെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് പോയത്. അതെ, പിന്നെ ആ മൂവി നമ്മൾ കാണുന്ന സമയത്ത് എപ്പോഴും നമുക്ക് തോന്നും, അപ്പോൾ ആ ഒരു ജോർജ് കുട്ടി വൈഫ് ആൻഡ് അവരുടെ കിഡ്സ്, അവരെല്ലാം കൂടി ആ ഒരു എവിടെയോ അങ്ങനത്തെ ഒരു ഫാമിലി ഉള്ളൊരു ഫീലാണ് നമുക്ക് എപ്പോഴും. ഇപ്പോഴും എവിടേക്കോ അവരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഇപ്പോഴും എവിടേക്കോ ഉള്ളത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇല്ലേ, അങ്ങനെ ഒരു ലൈവ് ഫീൽ നമുക്ക് എപ്പോഴും ആ ഒരു ഫാമിലി നമുക്ക് തരാറുണ്ട്. അതായത് അതിനകത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ശരിക്കും എവിടേക്കോ ഉള്ള ഒരു ഫീലാണ് ആ പടം. ആ പടത്തിലെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ആക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ള ഫാമിലി മാത്രമല്ല, ഈവൻ അവിടെയുള്ള ചായക്കടയാണെങ്കിലും അവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ വന്ന പോലീസുകാരനാണെങ്കിലും എല്ലാം ഭയങ്കര റിലേറ്റബിൾ ആണ് അല്ലെ. ചിലപ്പോ എന്ന് വെച്ചാൽ നമ്മൾ അതുപോലത്തെ പോലീസുകാരനെയും അല്ലെങ്കിൽ അതുപോലത്തെ എന്താ പറയാ ആളെ, അല്ലെങ്കിൽ കുടുംബനാഥൻ, പിന്നെ കുടുംബനാഥ, പിന്നെ കിഡ്സ്, അവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും. നമ്മളൊക്കെ എവിടെയോ കണ്ടൊരു ഫീല്. ചിലപ്പോൾ അതായിരിക്കാം പ്രത്യേകിച്ച് ലാലേട്ടന് പറ്റിയ പെയറും കൊടുത്തിരിക്കുന്നു. കാരണം വെച്ചാൽ മീന, ലാലേട്ടൻ ആൻഡ് മീന, അവരുടെ കോംബോ എന്ന് പറയുന്നത് പണ്ടേ മുതലേ ഭയങ്കര എല്ലാവർക്കും കാണാം, എന്തോ ഒരു ഭയങ്കര മാച്ചിങ് ആണ്. അവരുടെ കെമിസ്ട്രി എപ്പോഴും വർക്ക് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 3-ാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 3 വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഏകദേശം അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ആ ഒരു ത്രെഡിനെയാണ് നീട്ടി കൊണ്ടുപോയിട്ട് മറ്റേ വരുൺ സ്കെൽട്ടനായി ഏകദേശം മറ്റേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ആരൊരാള് ഒരു ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം റിയൽ ആയിട്ട് 3-ൽ പറയും വരുൺ ശരിക്കും മരിച്ചിട്ടില്ല എന്ന്. നമുക്കൊന്നും അറിയില്ലല്ലോ. നമുക്ക് അപ്പൊ മൊത്തം കേസ് മാറിയില്ലേ വരുൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുഴിച്ചിട്ടതാരെ അവിടെയാണ് സസ്പെൻസ്. അതാ അല്ല, കുഴിച്ചിട്ട സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, അത് മാറ്റിയായിരുന്നില്ലേ? പക്ഷെ നമുക്ക് അറിയില്ല എന്താ. ഇനിയിപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് കാണിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ഇനിയിപ്പോ എല്ലാം മാറ്റിയിട്ട് ഇനിയിപ്പോ ജോർജ് കുട്ടീനെ മൊത്തത്തിലൊരു പുണ്യാളനാക്കി മാറ്റുകയും ചെയ്യാം. പുണ്യാളനാക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു എൻഡിൽ ചിലപ്പം പിടിക്കപ്പെടുന്ന എന്തെങ്കിലും കാണിക്കാനായിരിക്കും സാധ്യത. ചിലപ്പോ കാരണം ഈ മൂവിക്ക് ഓൾറെഡി ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല, മലയാളം സിനിമ ആയതുകൊണ്ട്, കാരണം നമ്മൾ മലയാളം സിനിമ അറിയാലോ, കുറച്ച് റോ ആയിട്ട് അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് കാണിക്കുന്ന സമയത്ത് അതിലൊരു റിയലിസ്റ്റിക് ഫീലും കൂടി കൊണ്ടുവരാൻ നോക്കും. അപ്പം എത്ര കാലം കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം കുറ്റം ചെയ്തതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു സാധനം ചിലപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് ജിത്തു ജോസഫ് ഇപ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിലും വന്നിട്ട് 1-2 പോലെ ത്രില്ലർ അല്ല പടം, ഇതൊരു ഫാമിലി ഡ്രാമയാണെന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം വരാൻ പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ത്രില്ലിംഗ് എലമെന്റ് ഉണ്ടാവും ചെയ്യും, ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല, അങ്ങനെ ഉറപ്പാണ്. അപ്പൊ എന്തായാലും ശരിക്കും എന്താ പറയാ, അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്, ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ നമ്മൾ നോക്കി തപ്പിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട് ഈ ഒരു മൂവിയുടെ പേരിൽ. അപ്പൊ അതുകൊണ്ട് റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഷോർട്ടായിട്ട് ഇട്ടിരിക്കുന്നത് എന്നാ ഇച്ചിരി നീട്ടത്തിൽ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാലോ. ഓരോ ഇതാണ് ലാംഗ്വേജിലെ, ഇത് ആശീർവാദം മലയാളം, എല്ലാ പ്രൊഡക്ഷനും ഇല്ല ആക്ച്വലി. ആ സ്കോർ തന്നെയാണ്, പഴയ സ്കോർ.
ആ വാവ് സെയിം മറ്റേ സ്റ്റോൺ. എല്ലാരും കാണിച്ചല്ലേ? The past never stays silent. ഇത് ഈ ലുക്കേ പണ്ടത്തെ ലുക്കാണ് ഇപ്പോഴത്തെ ലുക്കാണ്? ഇപ്പോഴത്തെ ലുക്ക് തന്നെ കാണാനായിട്ട്. അതായത് എന്താ പറയാ, ആ ഒരു എന്താ ചെയ്തിരിക്കുന്നത്, അതായത് ആ ഒരു കാണിച്ചിരിക്കുന്നില്ല ഏകദേശം നമ്മളുടെ ഈ പണ്ടത്തെ മറ്റേ മലയാള മനോരമയിലൊക്കെ മറ്റേ കഥകളൊക്കെ ഉണ്ടാവില്ലേ, നോവലുകളൊക്കെ, ബുക്കില് നോവലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വരച്ചു വെക്കില്ലേ നല്ല രസത്തില് നല്ല ഭംഗിയില്. അങ്ങനെ ഒരു തോന്നൽ തോന്നിയായിരുന്നു അറിയാം പെട്ടെന്ന് കണ്ടപ്പോ അല്ലേ? അതിനകത്ത് അങ്ങനത്തെ ആ ഒരു ഫാമിലിനെ കാണിച്ചു വെക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മറ്റേ CCTV ക്യാമറയൊക്കെ കാണിക്കുന്നുണ്ട്. CCTV ക്യാമറ എനിക്കൊന്ന് മറ്റേ ഉണ്ടല്ലോ, ഏതോ ഒന്ന് ഒരു പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിലാണ് CCTV ക്യാമറ കാണിക്കുന്നത്. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഫസ്റ്റിൽ എന്ന് പറയുന്നത് ഒന്നും അത്ര അപ്ഡേറ്റ് അല്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ മറ്റേ വരുണിന്റെ ഫോണല്ലേ കാണിക്കുന്നത്. ഓരോന്നായിട്ട് എല്ലാം കാണിച്ചു. കാറ് കാണിച്ച് ഇപ്പോ ദൃശ്യം മൂവി എപ്പോഴാ വന്നേ? ഫസ്റ്റ് 2013-14 അനന്തമാണ് ഇല്ലേ? ആ സമയത്തുള്ള ബെസ്റ്റ് ഫോൺ ആയിരിക്കും ചിലപ്പോ അത്. ഇല്ലേ? മറ്റേ ക്യാമറ എടുക്കണ്ടേ? അത് കീപാഡ് ഉള്ള ഫോണല്ലേ അത്? അല്ല, ആളുടെ മറ്റേ വീഡിയോ ക്യാമറ ഉള്ള തന്നെയല്ലേ, അതല്ലേ മറ്റേ വീഡിയോ എടുക്കണത്. അല്ല, കീപാഡ് ഫോണാണ് ഇന്നത്തെ കാണിച്ചത്. ചിലപ്പോ പറയാൻ പറ്റില്ല, കീപാഡ് ഫോണില്ലേ? അതാ ഞാൻ പറയുന്നത്, അത്രയും വർഷങ്ങൾക്ക് മുന്നേ അല്ലേ ഈ സംഭവം വന്നേക്കുന്നത്, ദൃശ്യം വന്നേക്കുന്നത് ഫസ്റ്റ് മൂവി. അപ്പൊ ആ സമയത്ത് വരുന്ന അടുത്തുള്ളതിനകത്ത് അപ്ഡേറ്റഡ് ഉള്ള ഫോണിൽ ചിലപ്പോ മറ്റേ കീപാഡ് ഉള്ളതിനകത്ത് തന്നെ നല്ല ക്യാമറ ഉള്ളതായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാമല്ലോ കീപാഡ് ഉള്ളതില്ല, ഫുള്ള് മറ്റേ ടച്ചാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ട സമയത്ത് എന്താ പറയുക, എനിക്ക് തോന്നിയായിരുന്നു ഏകദേശം ആ ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയ ഒരു ഫീല്. കാരണം നമുക്കറിയാലോ ഓരോ ടെക്നോളജീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് വൈബ് അടിക്കും. ശരിക്കും അതൊരു സംഭവമല്ലേ, നൊസ്റ്റാൾജിക്കും കൂടി കൊണ്ടുപോയി ഈ സിനിമ, അങ്ങനെയും പറയാം. കാരണം വെച്ചാൽ ആ ഒരു സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് എല്ലാം ബാഗ് അടക്കം കണ്ടില്ലേ, മറ്റേ ടൈപ്പ് ബാഗ്, ആണെങ്കിലും വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ കാറ്, മറ്റേ ഇത് മഞ്ഞക്കാർ. പിന്നെ എനിക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷൻ ആണ്, അവരുടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ഫാമിലി ലൊക്കേഷൻ ഇല്ലേ, ആ വീട്, അത് ഭയങ്കര ഒരു ശരിക്കും ഒരു വളരെ അവരുടെ ഏകദേശം ഒരു സ്വർഗം പോലത്തെ ഒരു സ്ഥലമാണ് അത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം, ആ വീട് ഒക്കെ നമ്മളെ എക്കാലത്ത് നമ്മളെ എന്തൊക്കെ ആ വീടിന്റെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതായത് എനിക്ക് തോന്നിക്കണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടില്ലേ നമ്മളെ ഉള്ളിലോട്ട് അത്രയും പതിപ്പിച്ചിട്ടുണ്ട്. അതായത് വിഷ്വൽ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ വിഷ്വലി നമ്മൾ വെക്കുന്ന ആ സിനിമയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. കാരണം ലാലേട്ടൻ അതിൻ്റെ അത് കുറേ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് എല്ലാം ആൾ ഉപയോഗിക്കുന്നത്. സെയിം സംഭവമാണ്. നമ്മൾ ഇപ്പം ഏകദേശം നമ്മളടുത്തും ജിത്തു ജോസഫ് ആ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചേക്കണേ. നമ്മൾ പതിപ്പിച്ച സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് ഓരോരാൾക്കാർ. ഈവൻ മഞ്ഞക്കാറാണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിലും അത് നമ്മളെ ഉള്ളിൽ അത്രയും പതിപ്പിച്ചിട്ടുണ്ട്. തൂമ്പ എടുത്ത് വരുന്ന സീനാണെങ്കിൽ എല്ലാത്തിലും. ആശാശാലത്തിന് വേറെ ഏതൊക്കെ അത് കഴിഞ്ഞിട്ട് അവർ കുറേയധികം മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊന്നും അതിനകത്ത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല. സ്ട്രോങ് ആയിട്ട്. അതായത് ഇവരെപ്പോഴും ഇപ്പോ ആശാശരത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഗീതാ പ്രഭാകർ എന്ന് പറയുന്ന ആ ഒരു പേരും സംഭവങ്ങളാണ് നമ്മളുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ വേഷമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അതിന് മുന്നേ എനിക്കൊന്ന് മറ്റേ സീരിയലാണ്, അതിന് മുന്നേ മറ്റേ സീരിയൽ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത സീരിയലായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നത് അവർക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു ബോൾഡ് ആൻഡ് പവർഫുൾ റോൾസ് ആയിരിക്കും ഭയങ്കരമായിട്ട് പോവുക. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ആ ഒരു ഫേസിനും പിന്നെ അവരുടെ ആ ഒരു സംസാര രീതിക്കൊക്കെ അതിനകത്ത് അങ്ങനെയായിരുന്നു. ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്നതാണ് ദൃശ്യം. പിന്നെ അതിനുശേഷം കുറെ മൂവീസ് ഒക്കെ വന്നു. പക്ഷെ എന്നാൽ അതിനകത്ത് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനകത്ത് വേറെ ആൾക്കാരില്ലേ ഓർത്തിരിക്കാനായിട്ട്, അല്ലാണ്ട് ഇവരുടെ ക്യാരക്ടർ അതാ പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ലാലേട്ടന്റെ പടമായിട്ടും കൂടി ഇവരുടെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ ഓർത്തിരിക്കണം. കാരണം ലാലേട്ടൻ കഴിഞ്ഞാൽ ദി പവർഫുൾ റോൾ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി ആശാശരത്തിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് മീനയുടെ ക്യാരക്ടർ ബാക്കി ആരും വരുന്നത്.
പിന്നെ ആണെങ്കിൽ സിദ്ദിഖടക്കം വരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ എത്രയൊക്കെ കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടറും അവരുടെ ആ ഒരു ഫേസൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ അതാണ് ഈ ഒരു ഡയറക്ടറിന്റെയും പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്നറിയോ, കാരണം ദൃശ്യം എന്ന് പറയുമ്പോൾ ഇതിലൊരു എൽ ഫാക്ടർ കൂടിയുണ്ട്. വെറുതെ ജിത്തു ജോസഫ് മൂവിന്നോ അല്ലെങ്കിൽ കാരണം ജിത്തു ജോസഫിന്റെ ഇപ്പൊ ലാസ്റ്റ് മൂവി അത്ര വലിയ ഹിറ്റല്ല. മിറാഷ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത്ര വലിയ ഹിറ്റായില്ല. ആസിഫ് അലിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മളറിയില്ലേ, മലയാളത്തിൽ നമുക്കൊരു ബ്രാൻഡും കൂടി ഉണ്ട്. ലാലേട്ടന്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ജിത്തു ജോസഫാ ജിത്തു ജോസഫിന്റെ നേര് നമ്മളെ ലാലേട്ടന്റെ പടം തന്നെ നേരുണ്ട്. അതിന് അങ്ങനെ അടുപ്പിച്ച് പടമുണ്ട്. പക്ഷെ എന്നാലും ലാലേട്ടന്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് എത്രയും രീതിയിൽ ആ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. കാരണം ആ സിനിമ ഇപ്പം ഈവൻ ദൃശ്യമാണെങ്കിലും അതിൽ ഇത്രയും നല്ല സ്റ്റോറി എല്ലാം ഉണ്ടെങ്കിലും അതിൽ വേറൊരു ആക്ടർ ഒന്ന് വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ, ലാലേട്ടൻ അല്ലാതെ വേറൊരു ആക്ടർ വരുന്നത്. കാരണം ലാലേട്ടൻ്റെ ആ ഒരു കോമഡി വരുന്ന സമയത്ത് കോമഡിയും റൊമാൻറ്റിക് ഫാമിലി എല്ലാം വന്നിട്ട് പിന്നീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു കിട്ടും. അതും ഇമോഷണലാണ്. അഗെയിൻ ഇമോഷണൽ കണക്റ്റിലാണ് മാസ് വരുന്നത്. ഈവൻ മാസ് അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ലെങ്കിലും നമുക്കൊരു മാസ് എഫക്ട് കിട്ടാറുണ്ട് ഇല്ലേ. രണ്ടാമത്തെയാണ് കുറച്ചുകൂടി മാസ് വരുന്നത്. ഈ പടത്തില് മമ്മൂക്കയാണ് ഫസ്റ്റ് കാസ്റ്റിംഗ്. ഫസ്റ്റ് മമ്മൂക്കയാണ് കാസ്റ്റ് ചെയ്തത്. എവിടെയോ കേട്ടായിരുന്നു. ഞാനും മമ്മൂക്കനായിരുന്നു ഇതിനകത്ത് ഫസ്റ്റ്. ഫാമിലി ഓറിയന്റഡ് മൂവിയാണല്ലോ. മറ്റേ സാധനങ്ങളൊക്കെ പോകും മമ്മൂക്കിക്ക്. അതായത് ഈ മറ്റേ കരഞ്ഞ ആ ഒരു ഇമോഷണൽ ഏരിയാസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരും. അതാണ് കാരണം വെച്ചാല് ഫസ്റ്റ് ഹാഫ് കറക്റ്റ് വന്നാലേ നമുക്ക് ആ ഒരു ഫീൽ വരും. ചിലപ്പോ എന്താ പറയാ, കാരണം മമ്മൂക്കയ്ക്ക് മറ്റേ നമുക്കിപ്പോ മീന ആൻഡ് ലാലേട്ടന്റെ ആ ഒരു കോംബോ, അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട് അല്ലേ. ചിലപ്പോ ആ ഒരു സംഭവം മമ്മൂക്ക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടൂല്ലേ നമുക്ക് അറിയില്ല. പക്ഷെ അവിടെ പക്ഷെ പടം ചിലപ്പോ വേറെ രീതിയിൽ പോയാൽ പടം ഞാൻ പറഞ്ഞില്ലേ, പടം വേറെ സ്റ്റൈലിൽ പോയിട്ട് പക്ഷെ നമുക്ക് ഇടക്ക് മറ്റേതൊക്കെ അടിക്കും. ചിലപ്പോ ഈ അതിന് മുന്നേ നമുക്ക് അഭിനയിച്ചിട്ടുള്ള കാഴ്ച പോലത്തെ സിനിമയും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള പടം ഇതിന് മുന്നേ നാടൻ പടങ്ങൾ ഇടയ്ക്കേ ചെയ്യാറുള്ളൂ. ചെയ്യുമ്പോ എപ്പോഴെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അല്ലെ. അങ്ങനെയല്ല ഉണ്ടാവാറ്. ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു 2 മക്കളൊക്കെ ആയിട്ട് ഉള്ള ആ ഒരു റോളിനകത്ത് അധികം ലാലേട്ടനെ അടുത്തിടെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് അതിനുശേഷമല്ലേ മുന്തിരിവിലേക്ക് വന്നത് അല്ലെ. അപ്പൊ എന്താ പറയുക, അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന്റെ 2nd and 3 ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ പടം ഒന്നിൽ തന്നെ പോയി. അതിപ്പോഴും അങ്ങനെയല്ല. നമ്മള് വെറുതെ ഒരു സിനിമ എടുത്തോണ്ട് മാത്രമല്ല, അതിന് ഇപ്പൊ ഈവൻ എക്സാമ്പിൾ നമ്മളെ എക്കോ എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ അടുത്തിറങ്ങിയ ഭയങ്കര ഹിറ്റാണ്. ആക്ച്വലി അത് ഡിസേർവ് ചെയ്തിട്ടുള്ള ഹിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കാരണം ഭയങ്കര അഭിപ്രായമായിരുന്നു, എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്ത്. എനിക്കൊന്ന് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നൊരു സിനിമ എന്തുകൊണ്ട് 50 crore മാത്രം നിന്നു? കാരണം അതിലൊരു ബ്രാൻഡായിട്ടുള്ള ആരും ഇല്ല അല്ലേ. സന്ദീപ് ആണെങ്കിലും അവരൊക്കെ പുതിയ ആൾക്കാരാണല്ലോ ആക്ടേഴ്സിന്. അപ്പം പുറത്തോട്ട് നമുക്ക് ചിലപ്പോൾ OTT ഇറങ്ങുന്ന സമയത്ത് എഗെയിൻ അത് നോർത്തിലുള്ളവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു ആക്ടറിൻ്റെ ഒരു ഡിപ്പെൻഡ് എപ്പോഴും ഉണ്ട്. ആ ഒരു ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ. പക്ഷെ ലോക അങ്ങനെയല്ല. ലോകൻ്റെ അകത്ത് കുറെ ആൾക്കാരുണ്ട് വേറെ, കല്യാണി മാത്രമല്ല, ഇഷ്ടംപോലെ. ഇപ്പൊ DQN അടക്കം കൊണ്ടുവന്നില്ലേ. ശരിക്കും നമ്മൾ തന്നെ നോക്കിയാൽ DQN എന്തിനാ കൊണ്ടുവന്നത്? ഓക്കെ, പക്ഷെ DQ അവിടെ വന്നത് എന്താ പറയാ, അവരൊക്കെ വന്നപ്പോ ആ ഒരു മാർക്കറ്റ് അവിടെ വന്നു. ജസ്റ്റ് ചിലപ്പോ എന്താ പറയാ, സാൻഡി മാസ്റ്ററെ അല്ലെങ്കിൽ പ്രിയദർശിനി മറ്റേ കല്യാണി പ്രിയദർശൻ, സാൻഡി മാസ്റ്റർ ആൻഡ് കല്യാണി പ്രിയദർശൻ ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നസ്ല ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ലെവലിൽ പോയാണ്. പക്ഷെ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് കിട്ടിയില്ല. അതിന് മേലെ ഒരു 300 മേലെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് അതൊരു കാരണമാണ്. പിന്നെ അതൊരു സൂപ്പർ ഹീറോ മൂവി ആണെന്നുള്ള ഒരു എലമെന്റും. പിന്നെ ടോവിനോ ആണ് ശരിക്കും അതിനെ കൊണ്ടുപോയ ഒരു സംഭവം. സൂപ്പർ ഹീറോ എലമെന്റും അതും ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം, കാരണം എക്കോ എന്ന് പറഞ്ഞ മൂവി ഭയങ്കര അടിപൊളി പടമാണെങ്കിൽ അതൊരു കുറച്ച് റോ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ചിലപ്പം മനസ്സിലാവുന്നുണ്ടാവില്ല കുറെ ആൾക്കാർക്ക്. അങ്ങനെയുണ്ട്, അതൊരു റീസൺ ആണ് അല്ലെ. അങ്ങനെ കഥ പറയുന്ന സമയത്ത് മനസ്സിലാവാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്തായാലും ഇതിനകത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതിനകത്തെ ഇപ്പൊ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ അവര് വേറെ ഒന്നും ഒഫീഷ്യൽ ആയിട്ട് ഒരു വിഷ്വലോ സംഭവങ്ങളോ ഒന്നും ഇറക്കിയിട്ടില്ല. 3ന്റെ 2ന്റെയും 1ന്റെയും ഒക്കെ വിഷ്വൽ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇറക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ഓൾറെഡി എനിക്കെന്തോ ഈ വർഷം വരുന്നാണോ പറഞ്ഞേക്കുന്നത് ഈ പടം? ഏപ്രിലിൽ. പക്ഷെ വേറെ ഒന്നും എന്താ പറയാ, എനിക്കാണ് മുൻകൂട്ടി ഒന്നും തരുന്നില്ല. ഏപ്രിൽ 2-ാം തീയതി പടം റിലീസ്. അപ്പൊ മറ്റേത് എനിക്കൊന്ന് ഒക്ടോബറിലാണ്, അങ്ങനെ എന്തായാലും മറ്റേ പടം പറഞ്ഞു. 6 മാസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാണ് ഇതിനകത്തെ ഓരോ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.